ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. അംഭോജ സംഭവനും അമ്പോടു നീന്തിബത വൻമോഹവാരിധിയിൽ എന്നേടമൂർത്തുമമ വൻപേടി പാരം ഇവൻ അമ്പോടടായിവതിന് മുമ്പേ തൊഴാം അടികൾ നാരായണായ നമ. മായയെ അതിജീവിക്കുക ക്ഷിപ്രസാധ്യമല്ല. അംഭോജ സംഭവനായ ബ്രഹ്മാവിന് പോലും ഇക്കാര്യത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടതായി വന്നു. മോഹവാരിധിയിൽ എത്ര കാലം ബ്രഹ്മാവ് നീന്തിയെന്ന് പറയുക വയ്യ. അതോർക്കുമ്പോൾ അടിയന് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്. ഈ ഒരവസ്ഥ എനിക്ക് വന്നു ചേരാതിരിക്കാൻ അല്ലയോ നാരായണ, ഞാൻ അങ്ങയുടെ പാദങ്ങളെ വന്ദിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്ന് ആവിർഭവിച്ച ബ്രഹ്മാവ് തന്നെക്കുറിച്ചും തനിക്ക് ഇരിപ്പിടമായ താമരയെക്കുറിച്ചും അറിയാൻ ഏറെ ദൂരം സഞ്ചരിച്ചു. അതിൻ്റെ മൂലസ്ഥാനം അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. 100 സംവത്സരങ്ങളാണ് ഈയൊരു അന്വേഷണത്തിന് ബ്രഹ്മാവ് ചെലവഴിച്ചത്. ഒടുവിൽ സ്വസ്ഥാനത്ത് തിരിച്ചെത്തി അന്തർമുഖമായി ധ്യാനനിമഗ്നനായി. അപ്പോഴാണ് സത്യദർശനം സാധ്യമായത്. ഏകാഗ്രമായ ചിത്തത്തോടെ തനിക്കുള്ളിൽ പ്രകാശിക്കുന്ന സത്തയെ തിരിച്ചറിയാനുള്ള ശ്രമം ഉണ്ടാകണം. ബാഹ്യമായ അന്വേഷണങ്ങളൊന്നും സത്യത്തിൻ്റെ പാതയിൽ നയിക്കില്ല. അത്തരം യാത്രകൾ മോഹാന്ധകാരത്തിലൂടെ ജീവനെ നയിക്കും എന്നല്ലാതെ മറ്റൊരു ഫലവും പ്രദാനം ചെയ്യുകയില്ല. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് ലളിതാ സഹസ്രനാമം. സമർപ്പണ ബുദ്ധി അനുപേക്ഷണീയമാണ്. അതില്ല എങ്കിൽ ഏറെ കാലം ചുറ്റിത്തിരിയേണ്ടി വരും. ആയുസ്സും പ്രയത്നവും എല്ലാം നഷ്ടമാകും. അങ്ങനെ നഷ്ടപ്പെടുത്തിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? അതുമില്ല, നിരാശത മാത്രം ബാക്കി. ചതുർഭുജനായ ബ്രഹ്മാവിൻ്റെ അവസ്ഥ നാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ സകല ബാഹ്യ ആകർഷണങ്ങളിലും ചെന്ന് നിപതിക്കുന്ന മനുഷ്യ മനസ്സിനെ കുറിച്ച് പറയാനുണ്ടോ? ഇവിടെ ആചാര്യൻ യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരം കാക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ഭയം ഉദിക്കുന്നതിനുള്ള കാരണം. ഹ്രസ്വമായ ജീവിത ബാന്ധാവിൽ നിമിഷങ്ങൾ പാഴാക്കാനില്ല. ഓരോ നിമിഷവും അർത്ഥപൂർണമാക്കി ലക്ഷ്യത്തിലേക്ക് അണയണം. അതിനാലാണ് തന്നിൽ അൻപുണ്ടാകണം എന്ന് എഴുത്തച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്.